മന്ത്രിസഭയിൽ നടത്തിയ പ്രസംഗം പോലും അത് തിരുത്തേണ്ടതാണെന്നാണ് പറഞ്ഞത്. എന്താണ് അല്ല, ഇപ്പോൾ CPIM അതുപോലെ തന്നെ SFIയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഒക്കെ ഒരു വഴിയിൽ കെട്ടി തൂക്കിയ ചെണ്ട എന്ന രൂപത്തിലാണല്ലോ ചിലരൊക്കെ കാണുന്നത്. SFIയെ സംബന്ധിച്ചിടത്തോളം തിരുത്തേണ്ടതുണ്ടെങ്കിൽ അത് തിരുത്താൻ ആ സംഘടനക്ക് കഴിവുണ്ട്. ഭരണാധികാരികളുടെ തണലിൽ വളർന്നൊരു സംഘടനയല്ല. ഇന്നും ജീവിക്കുന്ന എത്രയോ രക്തസാക്ഷികളുണ്ട്. രക്തം നഷ്ടപ്പെട്ട, വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട എത്രയോ സഖാക്കൾ ഇപ്പോഴും ഉണ്ട്. 35 പേര് ആദ്യം തന്നെ നഷ്ടപ്പെട്ടു. ഞങ്ങളൊക്കെ വളർന്നു വന്നൊരു പ്രസ്ഥാനമാണത്. ഞങ്ങളൊക്കെ രൂപപ്പെടുത്തിയൊരു പ്രസ്ഥാനമാണ്. അതിനെ നശിപ്പിക്കാൻ ഒരാളെയും സമ്മതിക്കില്ല. അല്ല, മുന്നണിക്കകത്തുള്ള ആൾക്കാരായാലും പുറത്തുള്ള ആൾക്കാരായാലും അവർക്കൊക്കെ തന്നെ വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. ഒരു വിദ്യാർത്ഥി സംഘടനയെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഈ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കില്ല. പിന്നെ SFIയുടെ വളർച്ചയുടെ ഘട്ടത്തിലും പ്രതിസന്ധി ഘട്ടത്തിലും ഇവിടെ ഇല്ലാതിരുന്ന പൊതുപ്രവർത്തനത്തിൽ കേരളത്തിൽ ഇല്ലാതിരുന്ന, ഇന്ത്യ രാജ്യത്തില്ലാതിരുന്ന ആൾക്കാർക്കൊക്കെ SFIയുടെ ചരിത്രം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. SFIയുടെ രക്തം കുടിക്കാൻ അനുവദിക്കില്ല, അത് ആദ്യം തന്നെ പറയാം. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ വരുന്ന ഏത് പെശകും പരിശോധിക്കുന്നതിനും പരിഹരിക്കുന്നതിനും ഇടപെടുന്നതിനും കെൽപ്പുള്ളൊരു സംഘടന എന്നുള്ള നിലയിൽ ആ പ്രസ്ഥാനം തിരുത്തേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ആരുടെയും ഔദാര്യത്തിലല്ല KSUവിനെ, കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായ, ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായ KSUവിനെ മൂലക്കിരുത്തി SFI വളർന്നത്. ഒരു ഘട്ടത്തിൽ വിമോചന സമരം നടത്തി ഒരു ഗവൺമെന്റിനെ സഖാവ് EMSന്റെ ഗവൺമെന്റിനെ ഇല്ലാതാക്കാൻ കെൽപ്പുള്ളൊരു സംഘടനയായിരുന്നു കേരളത്തിലെ KSU. ആ KSU ഈ രൂപത്തിലായതിൽ, അതുപോലെ തന്നെ അവർക്ക് അലൈലിക പാടുന്ന കൂടപ്പുറപ്പായിട്ടുള്ള ABVPയും ഈ രൂപത്തിലായതിൽ കുറച്ച് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പം മാനേജ്മെന്റുകളും അവരുടെ കൂടെയാണ്, പലരും ഗുണ്ടകളും അവരുടെ കൂടെയാണ്. ഇതൊക്കെ SFIക്കെതിരായിട്ട് പറയുന്ന ഘട്ടത്തിൽ AKG സെന്ററിനെതിരായിട്ടുള്ള ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത പ്രതി അറസ്റ്റ് ചെയ്ത ദിവസം നിങ്ങൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിമാനത്തിൻ്റെ ഉള്ളിൽ കയറി ആക്രമിക്കുന്നതിന് ഗൂഢാലോചന നടത്തിയ ആൾക്കാരാണ്. ഒരു കൂടോത്തര പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു KPCC. കേരള കൂടോത്തര പാർട്ടി പറഞ്ഞാൽ മനസ്സിലായില്ല. എന്തൊക്കെയാ കാണുന്നത്, എന്തൊക്കെയാ വൃത്തികേടാണ് നമ്മൾ കേൾക്കുന്നത്. ആ കൂടോത്തരത്തെ പറ്റിയിട്ട് അന്വേഷിക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ.